ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം എഹെസ്കേൽ പ്രവചനം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 1 വാക്യം. പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ഹെരോദാവിന് ശേഷം യഹൂദിയ ഭരിച്ചിരുന്ന അർക്കലയോസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയും തുടർന്ന് യഹൂദിയയെ റോമ സാമ്രാജ്യത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഭരണ ചുമതലകൾ നിർവഹിക്കുന്നതിനായി ഒരു ഗവർണറെയും നിയമിച്ചു. അത്തരത്തിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ചവരിൽ 5-മനായിരുന്നു പീലാത്തോസ്. ഈ സമയത്ത് യഹൂദ്യ സിറിയയിലെ ഒരു റോമൻ ദേശാധിപതിയുടെ കീഴിലായിരുന്നു. മധ്യധരണി കടലിന് തീരത്തുള്ള കൈസരിയയായിരുന്നു അക്കാലത്ത് പീലാത്തോസിന്റെ തലസ്ഥാനം. എന്നാൽ യഹൂദ്യയിലെ ഗവർണർക്കായിരുന്നു യഹൂദ്യ, ശമര്യ, ഇദൂമ്യ എന്നീ പ്രദേശങ്ങളിലെ പട്ടാള മേധാവിത്വം അന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ പീലാത്തോസിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു എന്ന് നോക്കാം. പീലാത്തോസിന്റെ സമകാലികരായ ചില ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പീലാത്തോസ് കാർക്കശ്യമുള്ളവനും അഴിമതിക്കാരനും ക്രൂരനുമായിരുന്നു എന്നാണ്. കാരണം യഹൂദരുടെ മതവികാരങ്ങളെ ഈ റോമൻ ഭരണാധിപൻ വല്ലാതെ വ്രണപ്പെടുത്തിയിരുന്നു. തന്നെയുമല്ല, റോമൻ പട്ടാളത്തെ യഹൂദരുടെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ കൊണ്ടുവന്നപ്പോൾ റോമ പടയാളികൾ ആരാധിച്ചിരുന്ന കൈസറുടെ ചിത്രവും സൈന്യത്തിൻ്റെ പതാകയോടൊപ്പം എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. എന്നാൽ യഹൂദ മതവികാരങ്ങളെ ആദരിച്ച് പീലാത്തോസിന്റെ മുൻഗാമികൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. പക്ഷേ പീലാത്തോസ് ആകട്ടെ ജനത്തെ വളരെയധികം പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. യെരുശലേമിലേക്കുള്ള ജലാഗമന മാർഗം ഒരുക്കുന്നതിന് ചെലവായ വൻതുക പീലാത്തോസ് നിയമവിരുദ്ധമായി ദൈവാലയ ഖജനാവിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. അത് അന്നത്തെ കാലത്ത് അവിടുത്തെ ജനതയെ വളരെയേറെ പ്രകോപിതരാക്കുകയുണ്ടായി. ജനത്തിൻ്റെ എതിർപ്പും സംഘർഷങ്ങളും അന്ന് അനേക ജനങ്ങളുടെ മരണത്തിന് ഇടയാക്കുകയാണ് ചെയ്തത്. നമ്മൾ കുറിവാക്യമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പീലാത്തോസ് ചില ഗലീലക്കാരെ യെരുശലേം ദേവാലയത്തിൽ വച്ച് വധിച്ചതായി പറയുന്നു. ഇത്തരത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പീലാത്തോസിന്റെ ക്രൂരതകൾക്കെതിരെ പ്രക്ഷോഭം നടത്തിയവരിൽ ഒരുവനായിരുന്നു ബറബാസ്. അത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പീലാത്തോസ് തൻ്റെ അധികാരം എപ്രകാരം വിനിയോഗിച്ചു എന്ന് നമുക്ക് നോക്കാം. യേശുവിനെ ക്രൂശിക്കുവാനുള്ളതായ തക്കതായ കാരണങ്ങളൊന്നുമില്ലെന്ന് ബോധ്യമായിട്ടും ക്രൂശ് മരണം തന്നെ അദ്ദേഹം യേശു കർത്താവിന് വിധിക്കുകയാണ് ചെയ്തത്. പീലാത്തോസിനെതിരെ അന്ന് പല യഹൂദന്മാർക്കും പലതരത്തിലുള്ള പരാതികളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനാൽ യഹൂദന്മാരുടെ പ്രീതി അക്കാലത്ത് പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ടുമായിരിക്കാം യേശു കർത്താവിൻ്റെ നിഷ്കരുണം വധിക്കുവാനായിട്ട് അദ്ദേഹം വിധിക്കുന്നത്. ഇത്തരത്തിൽ അഴിമതിയും അക്രമവും ക്രൂരത്വവുമായ ജീവിതം നയിക്കുകയും അതിലൂടെ അനർത്ഥങ്ങളുടെ ആധിക്യമേറി ജീവിച്ച പീലാത്തോസ് അവസാനം ചെന്നെത്തുന്നത് ആത്മഹത്യയിലാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ പീലാത്തോസ് എന്ന അധ്യായത്തിന് തന്നെ അന്ത്യം സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി തിന്മ പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ജീവിതത്തിലെ വ്യത്യസ്തമായ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ദൈവം നൽകിയതാണെന്ന ബോധ്യത്തോടെ താഴ്മയോടും ദൈവാശ്രയത്തോടും കൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.